നിങ്ങൾ WWE ഫാൻസാണോ? 90s കിഡ്സ് അത് കണ്ടിട്ട് വളർന്നവരാണോ? മങ്കി മാൻ പോലുള്ള ഒരു ഹിന്ദി പടം, റിംഗ് ഫൈറ്റ് പടമൊക്കെ ഈ കേരളത്തിലും വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും റെക്കമെൻഡ് ചെയ്ത് ഞാൻ കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് ചത്ത പച്ച മൂവി. കിടിലം പടം, ഒന്നും പറയാം, ഒരു രക്ഷയില്ല. അതെ, അഡ്വാൻസ് കളക്ഷൻ തന്നെ, അതായത് പ്രീ കളക്ഷൻ തന്നെ 2 കോടിയുടെ മോലെ പോയ ഒരു പടമാണ് ചത്ത പച്ച. മമ്മൂട്ടി പോരായിരുന്നു. മമ്മൂട്ടിന്റെ എൻട്രി നൈസായിരുന്നു, പക്ഷെ എന്നാലും സീൻ വലിയ രസം ഉണ്ടായില്ല. ഞാനും കണ്ടത് വലിയ രസം ഉണ്ടായില്ല. പക്ഷെ അല്ലാണ്ട് പടം ഫസ്റ്റ് ഹാഫ് കിടിലായിരുന്നു. എല്ലാവരും പറയുന്നത് സെക്കൻഡ് ഹാഫാണ് കിടിലാണ്, പക്ഷെ ഫസ്റ്റ് ഹാഫാണ് എനിക്കും കൂടുതൽ. എനിക്കും അത് തന്നെ. സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ ഇൻട്രോ എന്ന് പിന്നെ നല്ലത്. എന്താ പറയാ, ഞാൻ വിഷ്വൽ അറിയില്ലേ, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കത്ര കുഴപ്പമില്ല. ഫൈറ്റ് ഒക്കെ വെറൈറ്റി അല്ലേ? നമ്മുടെ മലയാളത്തിൽ ഇതുപോലത്തെ ഒരു പടം വന്നിട്ടില്ലല്ലോ. കുഴപ്പമില്ല. പിന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഒരു എന്താണ്ടും അല്ല, സിനിമ നല്ലതാണ്, മൊത്തത്തിൽ നല്ലതാണ്. പക്ഷെ എവിടാണ്ടും എന്തൊക്കെയോ ഒരു മിസ്റ്റേക്സ് പോലെ. മറ്റേ ഇന്ത്യയിൽ വേറെ മറ്റേ റിംഗ് ഫൈറ്റുള്ള ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ട്? അതേപോലുള്ള പടങ്ങളൊക്കെ വെച്ച് മങ്കിമാനാണ് ഇതിനെക്കാട്ടിയും നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല സിനിമയാണ്. വില്ലൻ അടിപൊളിയാണ്, അതിൻ്റെ ആ ഒരു സ്വാഗ് അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. വില്ലൻ നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റോറി നല്ല കിട്ടില്ല. സ്റ്റോറി അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല, പക്ഷെ കൊള്ളാം, കണ്ടിരിക്കാൻ പടം. ചത്തപ്പച്ച കണ്ടു, വളരെ നല്ല സിനിമയാണ്. കാരണം പറഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന നല്ല രസകരമായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന, ഏകദേശം 2 മണിക്കൂറോളം യാതൊരു വിധ ലാഘവമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫുൾ എൻഗേജിങ് ആയിട്ടൊരു മൂവിയാണ്. അടിപൊളിയാണ്. നല്ല പടമാണ്. കുഴപ്പമില്ല, നല്ല പടം. അടിപൊളി പടം. ചുമ്മാ വണ്ടടിച്ച് പോകാം, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. മിക്ക ആളുകൾക്കും ചില സിനിമകളിൽ എപ്പോഴെങ്കിലുമൊക്കെ രസകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതങ്ങനെയല്ല. വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ രസകരമായ രീതിയിൽ ഡയറക്ഷൻ സൈഡാണെങ്കിലും അതിൻ്റെ കഥയും തിരക്കഥയാണെങ്കിലും വളരെ ചെറിയൊരു ത്രെഡാണ്, പക്ഷേ വളരെ ഭംഗിയായിട്ട് അത് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. BGM ആണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഫൈറ്റ്സ് ഒക്കെ എന്താ വെച്ചാൽ ഇൻ്റർനാഷണൽ മൂവീസിലൊക്കെ കാണുന്ന രീതിയിൽ ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട് അവർ. ആ ഫീൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കാരണം പറഞ്ഞാൽ നമുക്ക് ഒരു മലയാള ഫിലിമിൽ നമുക്ക് നോർമലി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു അളവുണ്ട്, ആ അളവിനേക്കാൾ അപ്പുറമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും സിനിമയുടെ മുക്കുമൂലയെല്ലാം. പിന്നെ ശങ്കർ ഹസാനിലോയാണല്ലോ അതിന്റെ സംഗീതം, അത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതെ, എത്രത്തോളം വർക്കായി? വളരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മുടെ SFX ഒക്കെ വളരെ രസകരമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ നിന്നാണ് പലതും കേൾക്കുന്നത്, അതോ സിനിമയ്ക്ക് അകത്തു നിന്നാണെന്നൊക്കെ കൺഫ്യൂഷനായിട്ട് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ചെറിയ ത്രെഡാണെങ്കിലും എത്ര വലിയൊരു സാധനമാണെങ്കിലും അത് എല്ലാ രീതിയിലും കോർഡിനേറ്റ് വരുമ്പോൾ മാത്രമാണ് ഒരു സിനിമ ഏറ്റവും മനോഹരമുള്ളത്. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും, ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് എൻ്റെ നാട്ടുകാരായിട്ടുള്ള 2-3 പേരെ സിനിമയിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. സിനിമയുടെ പുറകെ വർഷങ്ങളായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന് അവർക്കൊരു ഡയലോഗ് കിട്ടിയ വലിയ സന്തോഷം അൻവർക്ക്, അതുപോലെ തന്നെ അൻവർ, രതീഷേട്ടൻ, പിന്നെ 1-2 സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ആക്ടറെ സംബന്ധിച്ചോളം, ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ പറയില്ല, ആക്ടർ എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവരുടെ പുറകിൽ വലിയ അധ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ചത്താപ്പച്ച കാണുക. ഞാൻ ഈ സിനിമ കാണുമ്പോൾ തുടങ്ങി തീരുന്ന വരെ സമയം പോയി അറിഞ്ഞില്ല, അത്രയും രസമായിട്ടാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് കാണാൻ വന്നത്. ഫാമിലിയായിട്ട് ഒന്നുകൂടെ വരും തീർച്ചയായിട്ടും. നല്ല രസമുണ്ട് പടം, നല്ല രസമുണ്ട്. ഡയറക്റ്റ് ചെയ്തേക്കണ അദ്വൈതാണ്, സ്ക്രിപ്റ്റ് ചെയ്തേക്കണ സനൂപാണ്.
ഉറപ്പായും ഈ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന ആളുടെ മുടിഞ്ഞ WWE ഫാനാന്നാണ് അബദ്ധം. ഡിഫറെന്റ് മൂവിയാണ്. അടിപൊളി. അങ്ങനെയുള്ളവരാണ് 90s കിഡ്സ് WWE ഫാൻസ് ആണ് പറയേണ്ടത്. നല്ല ഫൈറ്റ് ആണ്. നിങ്ങൾ വീട്ടിലിരുന്ന് ഇതെല്ലാം ഫൈറ്റ് ചെയ്യാറുണ്ടോ? അടിപൊളി പടം. ഓക്കെ. എനിക്ക് തോന്നുന്നത് അതിനെ DOP ചെയ്തേക്കണ ആനന്ദ് C ചന്ദ്രനാണ്. എൻ്റെ പൊന്നോ പെർഫെക്റ്റ്. അതായത് ക്യാമറ ഷേക്കിനെ പോലും ഒരു ഇടിയിൽ ഈ പടത്തിൽ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് അത് ഈ പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ ഈ എഡിറ്റ് ചെയ്തേക്കണ പ്രവീൺ പ്രഭാകറാണ്. ഒരു രക്ഷയില്ല. ഇൻ്റർ കട്ടുകളും അതേപോലെ തന്നെ ആ ഫൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ വന്നേക്കണ ഇൻ്റർ കട്ടാണ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം. അടിപൊളിയാണ് ഇൻ്റർ കട്ട്, ഓരോന്നും ഒക്കെ അടിപൊളിയായിട്ട്. പിന്നെ സ്ലോ മോഷനും ഫാസ്റ്റും FPS ചേഞ്ച് വന്നേക്കണം, നല്ല കിടിലനായിട്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം മ്യൂസിക് ചെയ്തേക്കണ ശങ്കർ എഹ്സാൻ ലോയിയാണ്. അവർ മലയാളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ ഡയറക്ഷൻ ചെയ്യുന്ന സംഗീത സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ് ശങ്കർ എഹ്സാൻ ലോയി ചെയ്യുന്ന കിടിലൻ സാധനമാണ്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതിൻ്റെ SFX ആണ്. അതായത് തിരിയുമ്പോൾ പോലും സൗണ്ട്, മറയുമ്പോൾ പോലും സൗണ്ട്, കയറ് പിടിക്കുമ്പോൾ സൗണ്ട്, മണലി തൊടുമ്പോൾ പോലും സൗണ്ട്, അത്രയും നല്ല കിടിലൻ സൗണ്ട് എഫക്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് വന്നേക്കണത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ നിന്നാണോ അതോ ആൾക്കാരിരുന്ന് പുറകിൽ കൂണതാണോ അടിക്കണതാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അത്രയ്ക്കും പെർഫെക്ഷനാണ്. കാരണം റിങ്ങിലെ അടിയുടെ സൗണ്ടും ആൾക്കാരെ ഇവിടെ കൈവിടുന്ന സൗണ്ടും ഒക്കെ ഒരേപോലെയാണ് വന്നത്. നല്ല കിടിലൻ പടമാണ്. എന്തായാലും പടം 200 കോടി അടിക്കുകയാണോ അതോ 100 കോടിയുടെ മേലെ കടക്കുമോ എന്നുള്ളത് മാത്രമാണ് കാണുന്നത്. അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ക്യാമിയോ റോള്, അതും വാൾട്ടർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പടം നല്ല മങ്കിമാൻ. നമ്മൾ ഇൻ്റർനാഷണൽ റിങ് ഫൈറ്റ് പടങ്ങൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതുപോലത്തെ പടങ്ങൾ എന്തുകൊണ്ടില്ല എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് ചത്താപ്പച്ച. നല്ല കിടിലൻ അപ്രോച്ചാണ്. മലയാള സിനിമ പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം ജോണറും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഓഡിയൻസ് ഈ പടത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാവരും പോയി പ്രോത്സാഹിപ്പിക്കുക ഈ പടത്തിൽ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.